ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച പാകിസ്ഥാനിലെ മിന്നൽ പ്രളയം രാജ്യത്തെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ് ഈ പ്രളയം ഇതുവരെ 243 പേരുടെ ജീവനെടുക്കുകയും നിരവധി പേരെ കാണാതാക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ബുനർ ജില്ലയിലാണ്. വെള്ളിയാഴ്ച മാത്രം ഇവിടെ 157 പേരാണ് മരിച്ചത്. വീടുകളും റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒലിച്ചുപോയതോടെ ബുനർ ഒറ്റപ്പെട്ട തുരുത്തായി മാറിക്കഴിഞ്ഞു. പ്രളയത്തിൽപ്പെട്ട് ചെളിയിലും മണ്ണിലും പുതഞ്ഞുകിടന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ദുരന്ത നിവാരണ സേനയും ഹെലികോപ്റ്ററുകളും ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയും ദുർഘടമായ ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒറ്റപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ അതിദയനീയമാണ്. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഇവർ ദുരിതത്തിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മൻസഹറ ജില്ലയിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സിറാൻ വാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും കുടുങ്ങിക്കിടന്ന ഏകദേശം 2000 വിനോദസഞ്ചാരികളെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രക്ഷപ്പെടുത്തി. ഭാഗ്യവശാൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞത് അധികൃതർക്ക് ആശ്വാസം നൽകുന്നു. ബജോർ ജില്ലയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ഭക്ഷ്യവസ്തുക്കളുമായി വന്ന ഹെലികോപ്റ്റർ തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണം. ഇത് രക്ഷാപ്രവർത്തനങ്ങളുടെ അപകട സാധ്യതയും സൂചിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ഗ്ലേസിയർ തടാകങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചതിനാൽ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും സൈന്യവും സംയുക്തമായി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുകളും എത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. രാജ്യവ്യാപകമായി ദുരിതബാധിതർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടർന്നിട്ടുണ്ട്. ദുരിതബാധിതർക്ക് വൈദ്യസഹായവും മാനസിക പിന്തുണയും ഉറപ്പാക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാർ പ്രളയത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനും ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനും നദികളെ ആഴം കൂട്ടുന്നതിനും വെള്ളം വഴിതിരിച്ചു വിടുന്നതിനുമുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. ഈ ദുരന്തം പാകിസ്ഥാനിലെ കാലാവസ്ഥാ ദുർബലതയുടെ ഓർമ്മപ്പെടുത്തലാണ്. ദാരിദ്ര്യം, പരിസ്ഥിതിനാശം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ കാരണം പാകിസ്ഥാൻ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളെ നേരിടാൻ കൂടുതൽ ബുദ്ധിമുട്ടുന്നു. ഈ ദുരന്തം ഭാവിയിൽ കൂടുതൽ ശക്തമായ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരുക്കാൻ രാജ്യത്തെ പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം.